40 കൊല്ലായിട്ട് തെറ്റ് മാത്രം ചെയ്യണ ഒരു കള്ള ബലാലുണ്ട് സദസ്സിലിരിക്കുന്നു. ആ മഴ ഓനും വേണമല്ലോ, കള്ള് സാപ്പിനും വേണമല്ലോ വെള്ളം, അതുകൊണ്ടല്ല അവിടെ വാഷ് ബേസ്. അപ്പോൾ എല്ലാവർക്കും സംഭവം വെള്ളം എല്ലാവർക്കും വേണം. അപ്പം 40 കൊല്ലമായിട്ട് തെറ്റ് മാത്രം ചെയ്യണ ഒരാൾ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇജാബത്തില്ലാത്തത്. മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് ഇങ്ങോട്ട് വാലൻ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് തെറ്റ് മാത്രം ചെയ്യുന്നൊരു കള്ള ബലാൽ അവിടെ വന്നിട്ടുണ്ട്. മര്യാദക്ക് എണീറ്റ് പോകണം. ആരും എണീറ്റില്ല. എണീറ്റ് പോയിട്ടില്ലെങ്കിൽ പേരും ഊരും എല്ലാ സംഗതിയും ഞാൻ ഇപ്പം വിളിച്ചു പറയും. ഇവിടെ അവനെ പിടിച്ച് പുറത്താക്കും. അപ്പം ഈ തെറ്റുകാരനായ ആള് പൽത്തഫത്ത യമീനം വശിമാല, കമ്പനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കി, എന്നൊരു ആശ്വാസം. നീച്ചാനൊപ്പാണെങ്കിലും ഇപ്പോൾ ഒരു വയലു ഉസാറില്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ ലൈറ്റ് എത്തിച്ചിട്ട് ഹലോ ഹലോ പറഞ്ഞ് പുറത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ അതേപോലെ അന്ന് ആ സംവിധാനമല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടോ. ആരും കാണാനില്ല. മൂസാ നബി പറയണേ, നീച്ചോ, പൊയ്ക്കോ, ബാക്കിയുള്ളവരെ മഴ തടയണ്ട, ഇപ്പം ഞാൻ വിളിച്ചു പറയും. അപ്പം ഇയാൾ അവിടെ തന്നെ ഇരുന്ന് തല താത്തിയിട്ട് അള്ളഹാനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ ഇപ്പോൾ വല്ലാത്തൊരു കുടുക്കിലാണ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നീച്ചാൽ വസളാവും, ഉറപ്പല്ലേ? ആൾക്കാരിങ്ങനെ നോക്കല്ലേ, ആരാ നീച്ചണ്? എണീറ്റ ആടാ കെജ്ജാണല്ലേ, ഈ കുപ്പായം വേനൻ്റെ ഉള്ളിൽ തിരികിയിട്ട് കള വരാലെ അല്ലേ, ഓനൊന്ന് തോണ്ടും ഇവരൊന്ന് ഉന്തും, അങ്ങനെ ഭയങ്കര വിഷയമാകുമല്ലോ സംഭവം. അങ്ങനെയാണ്. അപ്പോൾ അള്ളഹാനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ ഇപ്പോൾ പറ്റ കുടുക്കത്തിലാണ്, വരാൻ വരും ചെയ്തു, പെടാൻ പെടും ചെയ്തു. ഞാൻ ഇനി നന്നായിക്കോളാം, ഞാൻ തെറ്റൊന്നും ചെയ്യൂല, എന്നെ വസളാക്കല്ല. ആ മഴ കൊടുത്തോ, എന്നാൽ എനിക്കും കിട്ടും ബാക്കിയുള്ളവർക്കും കിട്ടും, അല്ലെങ്കിൽ ഞാൻ വസളാവുന്ന് അള്ളഹാനോട് പറഞ്ഞോട് കൂടെ അള്ളാഹു തആല മഴ പെയ്യിപ്പിച്ചു. പെരുംജാതി മഴ. മൂസാ നബി അള്ളഹാനോട് എന്താപ്പോൾ മഴ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലഖത്താബ, അയാൾ തൗബ ചെയ്തിണ്. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഇപ്പം തന്നെ കബൂലാക്കിയോന്ന് ചോദിച്ചു. ചില ആൾക്കാർ ചോദിക്കാമല്ലോ, ഓനപ്പം തന്നെ കമ്മിറ്റിയിൽ എടുക്കുക ചോദിച്ചോല്ലോ, അങ്ങനെ ഉണ്ടല്ലോ ചില സംഭവങ്ങൾ. ഇപ്പം തന്നെ സബക്കത്ത് റഹ്മത്തി, എൻ്റെ റഹ്മത്ത് പറഞ്ഞാൽ അങ്ങനെ അല്ല, അങ്ങനെ അല്ല എല്ലാന്ന് അറിയണവർക്ക് മന്നം വെള്ളം കൊടുക്കണത് അല്ലയാണല്ലോ സംഭവം. അങ്ങനെ അപ്പോൾ എൻ്റെ റഹ്മത്ത് പറഞ്ഞാൽ അങ്ങനെയാണ് മൂസാ നബിയെ. അപ്പോൾ മൂസാ നബി ചോദിച്ചു, നാളെ കാണിച്ചു ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, നമീമത്ത് പറയരുതെന്ന് പറഞ്ഞാൽ ഞാനല്ലേ, പിന്നെ നിങ്ങളത് ചോദിച്ചാൽ അതാന്നുള്ളത്. അതുകൊണ്ട് കിട്ടിയ മഴയുണ്ട്, ഇപ്പോൾ പെയ്ക്കോളി എന്നാണ്. അപ്പം ഏത് കാര്യവും റബ്ബിനോട് അപ്പോഴൊക്കെ ചോദിക്കുന്ന ആളാണ് മൂസാ നബി. അള്ളാഹുവെ ചൊല്ലാനൊരു ദിക്ർ വേണമെന്ന് പറഞ്ഞു. അപ്പം മൂസാ നബിനോട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. അപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇത് എല്ലാവർക്കും കിട്ടണ ദിക്റല്ലേ, ഞാനൊരു വെറൈറ്റി ദിക്റാ ചോദിച്ചത്. ചില ആൾക്കാർ ദിക്ർ ചോദിച്ചു കണ്ട് കിടക്കും. എന്നാൽ കക്കൂസുക്ക് പോകുമ്പോൾ ദിക്റല്ലോ, അതാ ബലാൽ ചെല്ലൂല, വരുമ്പോൾ ചെല്ലു, അതും ചെല്ലൂല. പിന്നെ ദിക്റാണോ പറഞ്ഞ് നടക്കല അല്ലേ. മൂസാ നബി അലൈഹി സ്വലാം ഇത് എല്ലാവർക്കും കിട്ടണല്ലേ പറഞ്ഞപ്പോൾ മൂസാ നബിനോട് പറഞ്ഞെന്താ അറിയോ, മോനെ മൂസാ നബിയെ, ലൗ ഉദിഅ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫ്ഫത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം ഒരു തട്ടിലും ഈ പ്രപഞ്ചം മുഴുവനും അതിലുള്ള വസ്തുക്കളും മറുതട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കൂലിയാണ്. അത്ര കൂലിയ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്വർണം 16ാം സ്ഥാനം. ദി കോസ്റ്റ്ലി പ്രൊഡക്ട്സ് ഇൻ ദി വേൾഡ് എന്നടിച്ചു കൊടുത്താൽ ആന്റിമാറ്റർ എന്നൊരു സാധനം വരും. ഒരു ഗ്രാമിന് 4500 ലക്ഷം കോടി രൂപ വില. ഒരു ഗ്രാമിന് 4500 ലക്ഷം കോടി രൂപ. എൻ്റെ അടുത്തില്ല സംഭവം അതാ. അതുപോലെ അതിൻ്റെ താഴെയായി അങ്ങനെ വന്ന് 16ാം സ്ഥാനേ സ്വർണത്തിനുള്ളൂ. ആ സ്വർണം തന്നെ എത്ര ടൺ കണക്കിന് ലോകത്തുണ്ട്.
അതൊക്കെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂലി അപ്പറ. എന്നാ എന്തിനാ അത്ര കൂലി അറിയങ്ങള്? മൗദിഉ ഖദമിൻ ഫിൽ ജന്ന. ഇവിടൊക്കെ ഇപ്പോൾ ഒരു സെന്റിന് എത്ര റുപ്യ ഉണ്ടാവും? ഇവിടൊക്കെ 2 ലക്ഷത്തിന് കിട്ടുമോ? 2 കിട്ടൂല. റോഡൊക്കെ ചെറിയ റോഡാണ്, കാരിയ കുടുങ്ങി ചെറിയ റോഡാണ് ചിലയിടത്തൊക്കെ. എന്നാലും 2 ലക്ഷം അല്ലേ? 3, 4. ആ അതെ. സ്ഥലം വേണോ നോക്കുമ്പോൾ ഒരു വിലയും, സ്ഥലം വേണം എന്ന് പറയുമ്പോൾ വേറെ വിലയാണ്. അങ്ങനെ വേണ്ടത്. ഒരു സെന്റ് പറഞ്ഞാൽ എത്ര? ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 435.47 സ്ക്വയർ ഫീറ്റ്. ആധാരത്തിൽ 6 എന്നാ കാണാം. ഒരു 6 എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ, അഥവാ 2.47 6 ഒരു സെന്റ്. 40.47 സ്ക്വയർ മീറ്ററാണ് ഒരു സെന്റ്. നോർമൽ സർവേയിൽ, ട്രയാങ്കിൾ സർവേ അങ്ങനെയൊക്കെ. പഴയകാല തോട്ടി അളവ്, ചെയിൻ അളവുണ്ടല്ലോ, ആ തോട്ടി അളവിനനുസരിച്ച് 18x24 432 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുക. അതുകൊണ്ടാണ് പഴയ സ്ഥലം പുതിയ അളവിൽ കുറച്ച് കുറവുണ്ടാവും. അത് ആരാൻ്റെ സ്ഥലം വീരാൻ തിരക്കിയതല്ല, അത് ഇങ്ങനെയുള്ളൊരു കാൽക്കുലേഷനിൽ പോവും. പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അത് ദുന്യാവല്ലേ, അങ്ങനെ ഉണ്ടാവും. അതങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ പഴയ പോലെ അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ അളക്കാൻ പോകുമ്പോൾ മെഷീനും സംഭവങ്ങളോട്ടൊക്കെ പോവുക. പഴയ കാലത്ത് പറഞ്ഞാൽ ആ ചെയിനും അതുപോലെ സംഭവങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഏതായിരുന്നാലും ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ 435 സംതിങ് സ്ക്വയർ ഫീറ്റാണ്. ഒരു ഖബറിന് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാണ്. 10 ഏക്കറുള്ള ആജിയരും 10 ഖബറിലല്ല കിടക്കുക. പിന്നെ 16 സ്ക്വയർ ഫീറ്റ് വലിയ ഖബറിന്. ചെറിയ ഖബറിന് അത്ര വേണ്ട, 16 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുക. എത്ര മുതലുള്ള ആളാണെങ്കിലും എത്ര സമ്പാദ്യമുള്ള ആളാണെങ്കിലും ഒന്നും കൊണ്ടുപോകൂല, കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്. എന്നാൽ മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ഫൂട്ടിൻ്റെ വാല്യൂ എത്രയാണ്? ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഈ പ്രപഞ്ചം മുഴുവനും എത്രയുണ്ട്, അതിനേക്കാൾ വലുതാണ് സ്വർഗമെങ്കിൽ ഏറ്റവും താഴെയുള്ള ആൾക്ക് കിട്ടുന്നത് എന്താ? മിഥിലൈ അദ്ദുനിയാ. ഈ പ്രപഞ്ചത്തിൻ്റെ 2 ഇരട്ടിയാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് ലഭിക്കുന്നതെന്ന് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നാളൊരു ഹദീസിൽ, സഹിയായ ഹദീസ് ഇങ്ങനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എന്താ അറിയോ? ഈ സ്വർഗത്തിലെ പെര നിൽക്കണ ആ സ്ഥലത്തിൻ്റെ ഗേറ്റിൻ്റെ 2 തൂണൈ, അത് തമ്മിൽ 450 മൈൽ, 800 കിലോമീറ്റർ വലിപ്പമുള്ള ഗേറ്റ്. ആ മതിലെത്ര വലിപ്പമുണ്ടാവും? അല്ലാഹു തആല അവിടേക്ക് നമുക്ക് സ്ഥലം തരട്ടെ. ഈ ഒരടിക്ക് ഇത്ര മൂല്യമുള്ള സ്വർഗം അള്ളാഹിനോട് ചോദിക്കണം കേട്ടോ. ആര്? ചിലർ ഉളുപ്പില്ലാതെ ചോദിക്കും. എങ്ങനെ ഉളുപ്പില്ലാതെ ചോദിക്കണ അറിയോ? അവനാൻ്റെ പെരയ്ക്ക് വണ്ടി വരും, വേറൊരാളെ പെരയ്ക്ക് വണ്ടി പോകാൻ 1/2 അടി വീതി കൂട്ടാൻ പിസുക്ക് കാണിക്കണ കാക്ക അള്ളാഹിനോട് വിശാലായ സ്വർഗം ചോദിക്കുക. എന്ത് വേന? ഞാനൊരു സ്ഥലത്ത് മദ്യം മാറാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ ആ വജ്ജൊന്ന് വിശാലാക്കി കൊടുക്കി, വഴിയൊന്ന് വിശാലാക്കിയ ഖബർ വിശാലാവും എന്ന് പറഞ്ഞപ്പോൾ ചെരിഞ്ഞടക്കുമ്പോൾ ഞാൻ മാന്തി വിശാലാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ന്യായീകരിക്കണ മനുഷ്യന്മാർ അള്ളാഹിൻ്റെ ദുനിയാവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം സംഗതികൾ, എന്തെല്ലാം വിഷയങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പം ആ സ്വർഗം വല്ലാത്ത സ്വർഗമാണ്. ഖുസൂറുഹാ ദഹബുൻ വൽ മിസ്കു തീനതുഹാ വസ്സഅഫറനു ഹശീശുൻ നാബിതുൻ ഫീഹാ ദല്ലാലുഹൽ മുസ്തഫാ വല്ലാഹു ബായിഉഹാ ലിമൻ യുരീദു വജിബ്രിലു യുനദീഹാ. മണിയില്ല റബ്ബേ വാങ്ങുവാ നാ വീട്,
കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ അടുക്കൽ മാത്രമാഹന്നാനേ. സ്വർഗം അതിലെ കല്ല് ഒരു 23 കിലോ ഉണ്ടാവും. സാധാരണ നോർമൽ കല്ല് 26.5 കിലോ ഉണ്ട്. കണ്ണൂർ കല്ല് അത് സ്വർണത്തിൻ്റെ ആകുമ്പോൾ എത്ര ഉറുപ്പ്യ ഉണ്ടാവും? എന്നാൽ സ്വർഗത്തിലത്തെ പെരൻ്റെ വലിപ്പം എത്ര ഉണ്ട് അറിയാം? സ്വർഗത്തിലെ വീടിൻ്റെ വലിപ്പം എത്രയാ? 70,000 ബെഡ്റൂമാ. ഓ അത് ലേസ് ഓവറല്ലേ? ഓവറും ഇല്ല, ഒക്കെ ആവശ്യമാണ് അവിടെ. അള്ളാഹു ആ സ്വർഗം നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് ഓശാരം നൽകട്ടെ. 10 ഏക്കറുള്ള ഒരാളോട് ആചാര്യങ്ങൾക്ക് 10 ഏക്കറല്ലേ, ഒരു 10 സെൻറ്റ് എനിക്ക് പെരയിട്ടാൻ തരുമോ എന്ന് വെച്ചാൽ കൊടുക്കുമോ? നോർമൽ കൊടുക്കണവരുണ്ട്. ഇപ്പം ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലം കിണറിന് കുറ്റിയടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുക. അപ്പം അയാൾ വിദേശത്തുള്ള അയാളുടെ വരുമാനത്തിൻ്റെ 2 ഭാഗമാക്കി ഒരു ഭാഗം റീ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യും. ഹുമാസിയാത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ എന്ന് പറഞ്ഞൊരു കിതാബ് കാണാം. ഉസ്മാൻ റളിയല്ലാഹുവിന് ഭയങ്കര പണക്കാരനായിരുന്നു, ഭയങ്കര പൈസയായിരുന്നു, നല്ല കണ്ടിങ്ങുള്ള ആളായിരുന്നു ബിസിനസ്സിൽ. അപ്പോൾ അതിൽ മൂപ്പര് പറയണ ഒന്നാണ്, കുന്തു ആലിസ്, കുട്ടികളെ നോക്കണ പോലെ ഞാൻ മുതൽ നോക്കും. ഓ ഉനമ്മി, ഞാൻ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് വളർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാൾ പകുതി അങ്ങനെ പകുതി സമ്പാദ്യം കൊണ്ട് ഓരേക്കറ 20 സെൻറ്റ് 30 സെൻറ്റ് 40 സെൻറ്റ് ഇങ്ങനെ വാങ്ങിയിട്ട് അത് 5 മുറിച്ച് ഓരോ സാധുക്കൾക്ക് ഇങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഒരേക്കർ എടുത്തുക്കണം, അയാൾ ഒരേക്കറയും 20 സെൻറ്റും അയാൾ എടുത്തു. അത് എടുത്തിട്ട് പീസാക്കാൻ വേണ്ടിയിട്ട് ഇതായി. നാലൊരു സ്ഥലത്ത് ഞാൻ ചളവറ എന്ന ചെർപ്പളശ്ശേരിക്കടുത്തൊരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ അയാൾ താമസിക്കുന്നത് 30 സെൻറ്റിലാണ്. അങ്ങനെ അയാളെ ഭാര്യയ്ക്ക് അവകാശം കിട്ടി 1.5 ഏക്കർ ഭൂമി. അയാളും അയാളെ ഭാര്യയും അയാളെ മക്കളും കൂടെ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചെന്താ അറിയോ? ഈ 1.30 കൊണ്ട് എത്ര ആൾക്ക് പെരയിറ്റാൻ സ്ഥലം കൊടുത്താന്നുള്ളതാണ്. അതങ്ങനെ വീതിച്ച് ഓരോ ആളുകൾക്ക് 6 സെൻറ്റ് 8 സെൻറ്റ് അങ്ങനെ വീതിച്ച് ആണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഇപ്പം ആശ്വാസമായി. കാരണം നമ്മളാരും ഒന്നും കൊണ്ടുപോകണില്ല. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമ്മറു മിൻ മൻസിലിൻ ദല്ല ഖാവിയ. 3 കഷ്ണം തുണി, കുറച്ച് പരുത്തി, വേറൊരു സംഭവം നമ്മൾ കൊണ്ടുപോകില്ല. പിന്നെ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നൽകിയത് കൊണ്ട് സ്വർഗം വാങ്ങുക. അതാ സഹാബത്ത് ചെയ്തത്. ഇപ്പോൾ ഈ പള്ളിക്കുള്ള സംവിധാനം അതുപോലുള്ള സംഭവങ്ങൾ ആരോ രാജ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അല്ലേ? രായും കുട്ടിയ അല്ലാഹു ഖബൂലാക്കട്ടെ. ആ ഒരു ആസ്വാദനം എന്താ അറിയാം, എന്ത് റാഹത്തിലപ്പോൾ മൂപ്പര് കിടക്കുന്നുണ്ടാകുക. കാരണം നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുമ്പോൾ 1,60,000 പവൻ സ്വർണ്ണം, 1,60,000 പവൻ സ്വർണം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ദീനിന് കൊടുത്ത് മദീനയ്ക്ക് വരുമ്പോൾ 5000 ആളാണ്. അങ്ങനെ 5000 ദീനാർ സ്വർണം. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാമിനാണ് ഒരു ദീനാർ എന്ന് പറയാം. ഇതെല്ലാം കൊടുത്ത് മദീനത്തേക്ക് വന്ന് മദീനയിൽ സുഫത്തിൻ്റെ അയലുകാരുടെ അവസ്ഥ കണ്ടപ്പോൾ ഓൽക്കൊക്കെ കൊടുത്ത് അവസാനം 1,60,000 പവനിൽ പിന്നുള്ളത് 8 ദീനാറാണ്. 8 ദീനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 × 8 32 ഗ്രാം എന്നുവെച്ചാൽ ഏകദേശം 4 പവനോളം വരുന്ന ആ സംഭവമുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതും കയ്യിൽ പിടിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അസ്മ, പിന്നെ മോള് ഗർഭിണിയാണ്, ചെലവുണ്ടാവുമല്ലോ, അതൊന്ന് തരുമോയെന്ന് വെച്ചു. എന്നാ ഞാൻ അത് അയക്ക് കിടക്കട്ടെ, ബിസ്മില്ലാ.
ഭാര്യൻ്റെ കയ്യിൽ കൊടുത്തു. ചില ആൾക്കാർ ഭാര്യൻ്റെ കയ്യിൽ പൈസ കൊടുക്കൂല, ഓൽക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും. അതുപോലെ വാപ്പാർക്ക് കായ് കൊടുക്കൂല, ഓൽക്ക് തിന്നാനും കുടിച്ചാൽ ഞാൻ കൊടുക്കണില്ലേ, ഓൽക്കില്ലേ പള്ളിയിൽ പോകുമ്പോൾ സദക്ക ചെയ്യണമെങ്കിൽ വലുത് പൈസ വേണം. ഓല് അധ്വാനിച്ച് ഇതൊക്കെ ഈ നിലയിൽ എത്തിച്ചിട്ട് പിന്നെ അവരെ അവഗണിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയുള്ള പരിപാടിയല്ല. അപ്പം ഏതായിരുന്നാലും ഭാര്യൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അന്ന് മദീന പള്ളി ഉണ്ടായിട്ടില്ല. ആദ്യം മദീനത്തുണ്ടാകുന്നത് മസ്ജിദ് ഖുബയാണ്, മസ്ജിദ് ഖുബ. ആ മസ്ജിദ് ഖുബ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് അൻസാരി തങ്ങളെ വീട്ടുമുറ്റത്ത് യോഗം കൂടിക്കുക. അങ്ങനെ ആ യോഗം കൂടി. എന്താ വിഷയം? ഇവിടെ മസ്ജിദ് നബവി ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. ആ പള്ളി ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്ഥലമാണിത്. നബി തങ്ങൾ ഒട്ടകം മുട്ടുത്തിയ സ്ഥലമാണ്. ഈ സ്ഥലം വാങ്ങണം. അതിന് 8 ദീനാറുമാണ്. അപ്പം അതിന് ആരടുത്തേക്ക് ആ പിരിവിന് പോകുക എന്നുള്ളതാണ്. പിരിവോളജി അന്നേ ഉണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ. അപ്പം ആ നിലക്ക് ഇങ്ങനെ പിരിവിന് വേണ്ടി പോണം. ആരടുത്തേക്ക് പോകും? ഈ ചർച്ച നടക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ എന്താ ചർച്ച എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ വിഷയത്തിലാണ്, ഇവിടെ പള്ളി ഉണ്ടാക്കണേ, നമുക്ക് ഒട്ടകം മുട്ടുത്താൻ പൈനഹ മഅ്മൂറ അള്ള നിർദ്ദേശിച്ച സ്ഥലമാണല്ലോ, അപ്പം എൻ്റെ ഒരു പള്ളി കാണും, ഇതിന് 8 ദീനാറ് വേണമെന്നാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ അവിടെ നിന്ന് എണീറ്റു. എന്തേ? ഇവിടെ പിരിവിൻ്റെ വേദ, ഞാൻ പോവാണ്. അങ്ങനെയല്ല. പിന്നെ നേരെ ഭാര്യൻ്റെ അടുത്ത് പോയി ഭാര്യനോട് വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ തന്നാ 8 ദീനാർ തരുവച്ചു. ചില ആൾക്കാരില്ല പെണ്ണുങ്ങളോട് എൻ്റെ വളയെന്ന് തരുവച്ചു, അടുത്തൊല്ലം തരാറ്, എന്നിട്ട് അടുത്തൊല്ലം കൊടുക്കുമോ? അത് കൊടുക്കൊന്നുമില്ല. അതങ്ങനെയാണ് പോയി. അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ. മുതലാവില്ല. കാരണം പെര കയറ്റിയപ്പോൾ സ്വർണത്തിന് 30,000 റുപ്യ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1,31,000 റുപ്യ വേണ്ടി വരും. അപ്പോൾ എൻ്റെ സ്വർണം തരിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമല്ലേ, സംഭവം അങ്ങനെയല്ലേ. ഏതായിരുന്നാലും അസ്മാ ബീവിനോട് ആ സ്വർണം തരുവച്ചു. എന്ത് വെച്ചു? പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാങ്ങാനാണ് കാരണം. കൂലി എനിക്കും കിട്ടുവച്ചു. കിട്ടാതെ കാരണം നേരാണ് വാങ്ങി. ആ 8 ദീനാറ് കൊണ്ട് സ്ഥലം വാങ്ങി. ആ സ്ഥലം വാങ്ങി അവിടെ പള്ളി ഉണ്ടാക്കി. ഇപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ജനലക്ഷങ്ങൾ അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ഒരു സുജൂദിന് ഓരോ ലക്ഷം മിനിമം പ്രതിഫലവും ഓഫർ ചെയ്യപ്പെടുന്നതൊക്കെ പോണത് എവിടുക്ക? ഈ ചെയ്യണ ആൾക്ക് കിട്ടണ അതേ കൂലി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. എന്താ ഭാഗ്യം! ഇപ്പം ആചേരി പള്ളി കയറ്റാനും അതുപോലുള്ള സംവിധാനങ്ങൾക്ക് സ്ഥലം കൊടുത്തു പറഞ്ഞു. എത്ര മുഅ്മിനീങ്ങൾ അവിടെ സുജൂദ് ചെയ്യുന്നുണ്ടോ? കൂലി അങ്ങനെ വരികയാണ്, ആസ്വദിക്കാൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ ഒന്നാണ് പ്രിയപ്പെട്ടവരെ സമയം. അതുകൊണ്ട് രാവിലെ മുതലുള്ള സമയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട്, അതുപോലെ നിസ്കാരത്തിൻ്റെ വിഷയം കൃത്യത പാലിച്ചുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ വുളൂഓടുകൂടെ കിടക്കുന്ന ശൈലി ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് അല്ലാഹു നമുക്ക് നൽകിയതാണ് സമ്പാദ്യം. അത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുക. മൂന്നാമത്തെ നിഅമത്താണ് സന്താനം. ആ സന്താനം യജമാനനായ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മക്കളെ വളർത്തിയെടുക്കുക. അതുപോലെ നമ്മുടെ സമയവും ആരോഗ്യവും അതിനു വേണ്ടി ചെലവഴിക്കുക. ഈ രൂപത്തിൽ ജീവിക്കാനാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രതിയോഗിയായ ഖാറൂന് 5 കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ അതിൽ ഒന്നാമത്തത് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. രണ്ടാമത്തത് ഏതാണ്? വലാ തൻസ നസീബക മിനദ് ദുനിയാ. എത്ര കാലം ഇവിടെ ജീവിച്ചാലും മന്നാശ അൽഫൻ വ അൽഫൈനി ഫഇന്നഹു ലബുദ്ദ മിൻ യൗമിൻ യസിറു ഇലൽ ഖബരി. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. അല്ലാഹു ഓരോ ആളുകൾക്ക് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ട്. എപ്പോഴാണ് അല്ല വിളിക്കുക എന്നറിയില്ല,
ഏത് സമയത്താണ് റബ്ബ് വിളിക്കുക എന്നറിയില്ല. എന്ന് വിളിക്കുകയാണെങ്കിലും രാജാതിരാജനായ റബ്ബ് ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓ സഹോദരാ, ഓരോ ആളുകൾക്ക് അല്ലാഹ് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ട്. എപ്പോഴാണ് വിളിക്കുക എന്നറിയില്ല. എൻ്റെ കയ്യിൽ കെട്ടിയ വാച്ചിന് ഗ്യാരണ്ടിയുണ്ട്, ഉപയോഗിക്കുന്ന മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്. സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഇല്ല, സർവീസ് വാറണ്ടിയും ഇല്ല. എന്ന് റബ്ബ് വിളിക്കുന്നോ അന്ന് പോവണം. റബ്ബ് വരക്കും, നമ്മൾ നടക്കും. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ പല ശിഷ്യന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഉമരമ്പത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് 27 വർഷമായി ഉള്ളവൻ ദർസ് തുടങ്ങിയിട്ട് 140-ലധികം ബിരുദമുള്ളവർ ആ ദർസിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അതിൽ പലരും ഇന്ന് ഖബറിലാണ് സഹോദരാ. അതേ ഷാജഹാൻ എന്ന മുതഅല്ലിം ഇന്നും ഓർക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം അല്ലാ. സാലിമോൻ എന്ന് പറയുന്ന 19കാരൻ ഖബറിലാണ്. അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. എന്ന് നമ്മെ വിളിക്കുമെന്നറിയില്ല, എപ്പോൾ വിളിക്കുമെന്നറിയില്ല. അതേ ഇവിടെ നിന്ന് നമുക്ക് അമേരിക്കയിലേക്ക് വിളിക്കാൻ സൗകര്യമുണ്ട്. ഈ അടുത്ത് ലാത്വിയ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ ഒരു ദിവസമെന്നാൽ 2 മണിക്കൂർ രാത്രിയും 22 മണിക്കൂർ പകലുമാണ്. അവിടെ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ച് അവിടുന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഏകദേശം 12,000-ലധികം കിലോമീറ്ററുള്ള ലാത്വിയയിലെ വിവരം സെക്കൻഡുകളെ കൊണ്ട് അറിയാൻ സംവിധാനമുണ്ട്. ആ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന അലി ഉസ്താദ് കിടക്കുന്ന ഖബറിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നാണ്. 12,000 കിലോമീറ്റർ അപ്പുറമുള്ള വിവരം എനിക്കറിയുന്നുണ്ടെങ്കിൽ 3 മീറ്റർ മാത്രം അപ്പുറത്ത് ഖബറിൽ കിടക്കുന്ന വിവരം നമ്മൾ അറിയുന്നില്ല, അറിയാനുള്ള സംവിധാനമില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഓ സഹോദരാ, എന്നാൽ മരണത്തിന് പ്രായം നോക്കലില്ല. നിങ്ങൾ എടക്കുളം പള്ളി കണ്ടിട്ടില്ലയോ? പരിസരത്തുള്ള മഖബറകൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? ഏതെങ്കിലും പള്ളിയിൽ പ്രായമായവർക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടുണ്ടോ? രോഗികൾക്ക് മാത്രം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അല്ലാഹു വിളിക്കും. ഈ വഅദിന് വരുന്നതിൻ്റെ, ഈ സ്റ്റേജിൽ കയറുന്നതിൻ്റെ മുമ്പ് ഒരു 20 മിനിറ്റ് മാത്രം മുമ്പാണ് വാട്സപ്പിലേക്കൊരു സുഹൃത്തിൻ്റെ ഫോട്ടോ സഹിതം ദുആയിരക്കാൻ വേണ്ടി വരുന്നത്. 22കാരനായ മുനീർ എന്ന സുഹൃത്ത്, അവൻ ഖത്തറിൽ നിന്ന് ജോലിക്ക് പോവാൻ വേണ്ടി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി ഇറങ്ങുമ്പോഴാണ്, കസേരയിൽ ഇരുന്ന് ഷൂ കാലിൽ ധരിക്കുമ്പോഴാ മലർന്ന് വീണത്, അറ്റാക്കായി മരണപ്പെടുന്നത് എങ്കിൽ അതേ മനുഷ്യൻ്റെ അവസ്ഥയാണ്. കുടിയല്ല ജനിക്കുന്ന നേരത്ത്, കുടിയല്ല മരിക്കുന്ന നേരത്ത്, മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ? ഏത് സെക്കൻഡിലും, ഏത് ദിവസത്തിലും, ഏത് പ്രായത്തിലും മരണം എന്ന് പറയുന്ന സത്യം, ആ സത്യം പിടികൂടും എന്ന ചിന്ത വേണം. റിക്കാർഡ് ക്ലിയറാവണം. ഒരാളോടും പിണക്കം വേണ്ട. മയ്യത്ത് നിസ്കരിച്ചാൽ സഹീഹാകുന്ന ഒരാളോടും പിണങ്ങണ്ട മുഅ്മിനേ. നമ്മുടെ ഇബാദത്തിനെ അത് ബാധിക്കും, നമ്മുടെ പരലോകത്തെ അത് ബാധിക്കും. മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്, മുത്ത് ഹബീബ് അത് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാരിൽ നല്ല വഅള് പറയുന്ന സ്വഹാബിയാണ്
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ അവിടുത്തെ പ്രഭാഷണം കേൾക്കാൻ മുശ്രിക്കുകൾ പോലും മറഞ്ഞു നിന്നിരുന്നു എന്ന ആ നിലക്കുള്ള അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ഒരു ദിവസം സുബ്ഹ് നിസ്കാരത്തിൻ്റെ ദിക്ർ കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പ്രഭാഷണം നടത്തി. ആ ക്ലാസിൻ്റെ ശേഷം ദുആ ഇരക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തി. മൻകാനത് ഫീ ഖൽബിഹി ഷഹന, ആർക്കെങ്കിലും ആരോടെങ്കിലും വല്ല വെറുപ്പും ഖൽബിലുണ്ടെങ്കിൽ ഫല്യഖും വല്യർജി, അവൻ സദസ്സിൽ ഇരിക്കരുത്, അവൻ സദസ്സിൽ ഇരിക്കരുത്, അവൻ എണീറ്റ് പോവണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമാണത്. കാരണം അങ്ങനെ മറ്റൊരാളോട് പിണങ്ങിയവർ ഉണ്ടോ, അവരെ ഇബാദത്ത് സ്വീകരിക്കൂല, അവരെ ദുആ സ്വീകരിക്കൂല, അവരുള്ള മജ്ലിസിലെ ദുആയും സ്വീകരിക്കൂല. ആരോടും പിണങ്ങണ്ട. എന്താണിവിടെ പിണങ്ങിയിട്ട് കിട്ടാൻ? പിശാച് സന്തോഷിക്കും, മുത്ത് ഹബീബ് വിഷമിക്കും എന്നതല്ലാതെ ഒരാൾ മറ്റൊരാളോട് പിണങ്ങിയത്, അത് ജ്യേഷ്ഠൻ അനുജനാവട്ടെ, ഉമ്മ അമ്മായിമ്മ മരുമകളാവട്ടെ, അയൽക്കാരാവട്ടെ, പിണങ്ങല്ല, ബറാഅത്ത് ഖബൂലാക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല. അതുകൊണ്ട് പിണക്കം വേണ്ട പ്രിയപ്പെട്ട മുഅ്മിനേ. നാളെ ബറാഅത്ത് രാവാണ്. ആ ബറാഅത്ത് രാവിൻ്റെ ഇബാദത്തുകൾ ഖബൂലാക്കപ്പെടണമെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് എത്തി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എത്രയാണ് കണക്കാക്കിയത് എന്നറിയില്ല. എപ്പോഴും എപ്പോൾ നമ്മൾ വിളിക്കണോ അപ്പം പോകണം. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ പ്രദാനം ചെയ്യട്ടെ. വലാ തൻസ നസീബക മിനദ്ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ള ആൾക്ക് ഗുണം ചെയ്യാം. ഖൈറുൻ നാസ് മൻ അൻഫഅഹും ലിൽ ഖൽഖ്, ലിന്നാസ് എന്നല്ല, ജനങ്ങൾക്ക് എന്നല്ല. ഏറ്റവും നല്ലവൻ സൃഷ്ടികൾക്ക് ഉപകാരമുള്ള ജീവിതം നയിക്കുന്നവനാണ്. അതാണ് ഗസാലി ഇമാം പറഞ്ഞത്. ചില ആൾക്കാരുടെ സമ്പാദ്യം പശുവിൻ്റെ പാല് പോലെ, ചില ആളുകളുടെ സമ്പാദ്യം പട്ടിയുടെ പാല് പോലെ. പശുവിൻ്റെ പാല് മോരുണ്ടാക്കണു, പാല് അല്ല, പശു പാല് തരുന്നു, തരുമല്ല, നമ്മൾ എടുക്കുകയാണ്. എന്നാന്ന് പറഞ്ഞൊരു പശു വരലില്ല. ഏതായിരുന്നാലും പശുവിൻ്റെ പാല് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പാല്, വെണ്ണ, സംഗതി അങ്ങനെ സൊസൈറ്റി കൊടുക്കുന്നു. അവർ പേക്കാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കുന്നു. അങ്ങനെ അതും ബാക്കി വരികയാണെങ്കിൽ അതുകൊണ്ട് പാൽപ്പൊടി ഉണ്ടാക്കുന്നു. എന്നിട്ടും ബാക്കി വരികയാണെങ്കിൽ ഈ ചില ഹോട്ടലുള്ളതുപോലെ രാവിലെ ചെറുപയറുംചാറുണ്ടാവും, ഉച്ചക്ക് അത് വറ്റിച്ചാണ്ട് ഉപ്പേരിയാക്കും, വൈകുന്നേരം അത് സുഖേനാക്കിയാണ്ട് അവലും കുട്ടി ചക്കരിട്ടുകാണ്ട് അങ്ങോട്ടാക്കും. എന്നിട്ടും ബാക്കിയാണെങ്കിൽ രാത്രി ചെറുപയർ പായസം ഒരു ഗ്ലാസ് കുടിച്ചോ 6 റുപ്യ എന്നാതി അറിയും. അങ്ങനെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെയൊക്കെ പല സംഗതിയും പശുവിൻ്റെ പാലുണ്ട്. എന്നാൽ പശുവിൻ്റെ പാല് ചുരത്തണ ആ മെഷീന് 4 എണ്ണം ഉള്ളത്, 4 or 5. ഞങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണി നോക്കിയിട്ടില്ല. സംഭവം എത്ര, ഒരു 4 or 5 എണ്ണം ഉണ്ടാക്കുക. എന്നാലോ പട്ടിക്കാണെങ്കിലോ നാളെ എണ്ണി നോക്കുമ്പോൾ 12 എണ്ണം ഉണ്ട്, ഡബിളായിട്ട് ഇങ്ങനെ 6 വരിയിൽ. എന്നാലോ ഈ പട്ടിക്ക് അത്ര സാധനം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പട്ടിപ്പാലുണ്ടാവും? ഇല്ലല്ലോ. അത് പട്ടിക്കും കുട്ടിക്കും ഉള്ളതാണ്. ഇതേപോലെ ചില ആൾക്കാരെ മുതൽ ഓലാണ് മരിച്ച ഹയാത്തുൽ ഹയവാനിൽ ഒരു സഫീർ എന്ന് പറഞ്ഞിട്ടൊരു ജീവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ജീവിൻ്റെ പ്രത്യേകത എന്താ അറിയുന്നത്? അതിൻ്റെ പശ കൊണ്ട് ഭക്ഷണം സമാഹരിക്കും. അതങ്ങനെ ഉരുട്ടിണ്ടാക്കും. ആ ഉരുട്ടി ഉണ്ടാക്കണ നേരത്ത് ഒന്നും കഴിക്കൂല. അതങ്ങനെ ഉരുട്ടിയൊരു ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ
ഈ ദ്വാരത്തിലേക്ക്, അതിൻ്റെ മാളത്തിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ഈ ഉണ്ട കൊള്ളൂല. ഇങ്ങോട്ട് കുറേ തള്ളി വെക്കും, കൊള്ളൂല. വിശന്ന് പൊരിഞ്ഞാലും ഉള്ളിൽ പോയിട്ട് തിന്നാന്ന് എഴുതിയിട്ട് തള്ളി വെക്കും. കുറേ അതിൻ്റെ മേലെ കയറി തള്ളി വെക്കും. ഉണ്ടല്ലോ ചില പൊട്ടന്മാരായ ഉറുമ്പുകൾ, ആ ഉറുമ്പുകൾ കാണാം ഈ കൂറൻ്റെ മേലെ കയറി വലിച്ചു. അപ്പോൾ അതേപോലെ ഇതിങ്ങനെ കുറേ ഉന്തി വെക്കും. അങ്ങനെ ഉന്തി അവസാനം ഇത് കഴിക്കാതെ അതാണ് ചത്തുപോകും. ഇതേപോലെ ദുന്യാവിൽ അള്ള മുതൽ കൊടുത്തിട്ട് അതുകൊണ്ട് സ്വർഗം വാങ്ങാതെ കുറേ മനുഷ്യന്മാർ കബർക്കാണ് പോകും. ആധാരം കൊണ്ടോ ATM കൊണ്ടോ പാസ്ബുക്ക് കൊണ്ടോ പോകില്ല. അപ്പോൾ ചില ആൾക്കാരെ മുതൽ പശുവിൻ്റെ പാല് പോലെ എല്ലാവർക്കും ഉപകാരം. അതാണ് ആചാര മുതൽ ഇവിടെ പള്ളിയും നിസ്കരിക്കാനും ഈ സംവിധാനത്തിനൊക്കെ ഉപകാരം. എന്നാൽ ഒരിക്കലും ഖൽബിൻ്റെ ലബനാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഖൈറുന്നാസ്, ഏറ്റവും നല്ലവർ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരാണെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ജീവിതം നയിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് നല്ലതിനു വേണ്ടി പ്രയത്നിച്ച് ജീവിക്കാൻ അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് ചോദിക്കും. വിവാഹങ്ങളുടെ ആർഭാടങ്ങളോ അതല്ലെങ്കിൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത മേഖലകളിലോ നമ്മുടെ സമ്പാദ്യം ചെലവഴിച്ചുകൂടാ. എല്ലാം റബ്ബിൻ്റെ പൊരുത്തത്തിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ദുആയിരന്ന് ഈ മഹത്തായ സലാത്ത് വാർഷികത്തിലേക്ക് ക്ഷണിച്ച ഈ സംരംഭത്തിനു സംഘാടകരോട് എല്ലാ നന്ദിയും അറിയിച്ച് അള്ളാഹു നമ്മുടെ എല്ലാ മേഖലയിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയും മൂണിലും മുറക്കിലും രാവും പകലും ഞങ്ങൾക്ക് കാവൽ നൽകണം. അല്ലാഹ് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.